ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീട്ടിൽ എൻ്റെ ഒരു കുഞ്ഞു മീൻകുളം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരുപാട് നാളായി ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട്. ഞാനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇത് ക്ലീൻ ചെയ്യാറില്ല. വല്ലപ്പോഴും എൻ്റെ ഉമ്മ ഒന്ന് ക്ലീൻ ചെയ്താലായി. സോ ഇതിലിപ്പോൾ ഒരുപാട് ചെടികളും പായലും ഒക്കെ ആയിട്ട് ഒരുമാതിരി വേസ്റ്റായി കിടപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, ഫുൾ പായലായിട്ട് ആ വെള്ളത്തിൻ്റെ കളർ തന്നെ പോയി. അതിൽ മീനുണ്ടായിരുന്നോ എന്ന് തന്നെ എൻ്റെ ഉമ്മക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വരണവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലുള്ള മീനുകളെല്ലാം മാറ്റാം. ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരുപാടില്ല. എന്നാലും അത്യാവശ്യം കുറേ മീൻ കുഞ്ഞുങ്ങളും മീനും ഒക്കെ ഉണ്ട്. മെയിനായിട്ട് ഇതിലുള്ള ഗപ്പി മാത്രമോ, വേറെ മീനുകളൊന്നുമില്ല. സോ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് മീനൊക്കെ എടുത്ത് മാറ്റാം. സംഭവം എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഞാൻ മീനിനെല്ലാം പിടിച്ചത്. കാരണം മറ്റരിപ്പൊന്നും കാണാനില്ല, വീടൊക്കെ മാറിയോണ്ട് തന്നെ. മീനെല്ലാം മാറ്റിയതിന് ശേഷം അതിൽ നിന്നുള്ള കുറച്ച് വെള്ളമായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ഇതിൽ എടുത്ത് മാറ്റാണ്. കാരണം ഇതിൻ്റെ അകത്തിന് മീൻ വെള്ളം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് പയ്യെ വെള്ളം മാറ്റിയിട്ട് ഈ അരിപ്പ് വഴി തന്നെ ആ വെള്ളം ഒഴിച്ച് കളയും. സോ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ഇതിൽ വന്ന് കിടക്കുമല്ലോ. സോ വെള്ളം ഡയറക്റ്റ്ലി കളയാതെ ഇതിൽ കൂടെയാണ് കളയുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പരുത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞു കണ്ണി കാണാൻ പറ്റാത്ത അത്രയും ചെറിയ മീനൊക്കെ, എനിക്ക് തോന്നുന്നത് ഇത് ഒട്ടപ്പായിട്ട് പ്രസവിച്ച മീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നുണ്ട്. എന്നാലും അതിനകത്ത് കണ്ടോ മീനുകൾ ഇങ്ങനെ ഓടി നടക്കുക. അപ്പോൾ ഇനി നേരെ നമുക്കിതിൽ മീനിനെയൊക്കെ മാറ്റി കല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ബക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഫുൾ വെള്ളം മാറ്റിയിട്ടുണ്ട്. കണ്ട അടിയിൽ ഫുൾ പായലും അഴുക്കൊക്കെ ആയിട്ടിരിക്കുക ഫുള്ളായിട്ട്. അപ്പോൾ നമുക്കിതിന് നേരെ ആദ്യം ബക്കറ്റ് ഒന്ന് കഴുകിയെടുക്കാം. അത്യാവശ്യം നല്ല അഴുക്കും പായലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം ഞാൻ പായൽ കളഞ്ഞില്ല. പായൽ അത്യാവശ്യമാണ് നമ്മുടെ മീനിന്, അവരുടെ ആഹാരമാണത്. ഞാനങ്ങനെ വേറെ ഫുഡൊന്നും ഇട്ട് കൊടുക്കില്ല. വീട്ടിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഫിഷ് ഫുഡ് മേടിച്ചാൽ കപ്പിക്ക് ഇട്ട് കൊടുക്കണം, അല്ലാണ്ട് അങ്ങനെ ഫുഡായിട്ട് നമ്മളങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കുഞ്ഞു ബക്കറ്റിൽ ഇനി പുതിയ വെള്ളം നിറയ്ക്കാം. നമ്മുടെ മീനിന് വേണ്ടിയിട്ട് ഫ്രഷായിട്ടുള്ള ഒരു വാട്ടർ. നേരത്തെ മാറ്റി വെച്ച കല്ലൊക്കെ ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ഇതിലോട്ടിടാം. നല്ല അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കല്ലുകളുണ്ട്. എന്തായാലും കാര്യമില്ല, കുറേ ദിവസമൊന്നും ഇത് ഇങ്ങനെ ക്ലിയറായിട്ട് നിൽക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പായൽ തട്ടി ആ കല്ലുകളൊന്നും പിന്നെ കാണാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി കല്ലും, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ എന്താ പറയുക, നമ്മുടെ ഈ മൺചട്ടിയുടെ ഒരു ചെറിയ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അത് ചിലപ്പോൾ വെള്ളത്തിന് ഇച്ചിരി തണുപ്പ് നിൽക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് ഒരു ചട്ടിയുടെ ഒരു ചെറിയ ഭാഗവും കൂടെ വെച്ചിട്ടുണ്ട്. ഡിസൈനും ആവും, അതുപോലെ തന്നെ കുറച്ച് ചെടിയൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിക്ക് ഇരിക്കും. അതുപോലെ തന്നെ മീനുകൾക്ക് ഓടിച്ചാടി ഒളിച്ച് കളിക്കാനൊക്കെ ഒരു സ്പേസും ആക്കട്ടെ നേരത്തെ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചെടിയൊക്കെ വെച്ചൊന്ന് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ പഴയ മീൻ കുറച്ച് നേരം വെള്ളത്തിൻ്റെ അവിടെ വയ്ക്കാം. കാരണം അവരുടെ രണ്ട് വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഒന്ന് സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഞാനത് വെയിറ്റ് ചെയ്തു. രണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് സെയിം ലെവലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മീനുകൾ പെട്ടെന്ന് മരിച്ചു പോകും, നിലനിൽക്കില്ല വെള്ളത്തിൽ. സോ അതുകൊണ്ട് ആ ടെമ്പറേച്ചർ ഒന്ന് സെയിം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാനും എൻ്റെ കസിനും കൂടെ വെളിയിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നേരെ നമ്മുടെ മീനിനെ പയ്യെ നമ്മുടെ കുളത്തിലോട്ട്, വലിയ കുളമൊന്നുമല്ല, നമ്മുടെ ചെറിയൊരു ബക്കറ്റ് കുളത്തിലോട്ട് ആഡ് ചെയ്തു.
അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തോ ഒരു വലിയ ആശ്വാസമായിരിക്കും അവർക്കെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വലിയ ഈ മീനുകളെ നോക്കി ഭയങ്കര ഇതൊന്നും ഇല്ല, എനിക്ക് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല. നമുക്കറിയാവുന്നുള്ള രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് നടത്തിയിട്ടുണ്ട് എൻ്റെ മീൻകുട്ടന്മാരെ, കുഞ്ഞുകുട്ടികളെ. അത്യാവശ്യം നമ്മുടെ മീൻകുളം ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, നല്ലപോലെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറേ നേരം നോക്കി നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇല്ലയെന്ന്. എന്നാലും എല്ലാവരും ഹാപ്പിയാണ്, ആക്റ്റീവുമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ ആൺകുട്ടികളായാലും എൻ്റെ പെൺകുട്ടികളായാലും എല്ലാവരും ഓടിച്ചാടി നടക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.